ഉമ്മൻചാണ്ടി സാറിനെ ഓർമ്മ വരുന്നു. ഇതുപോലെ നല്ലൊരു മനുഷ്യൻ, ഒരുപാട് നല്ല എക്സ്പീരിയൻസ് എനിക്കുണ്ടായിരുന്നു സാറിന്. ഞാൻ സാറിനെ കാണാൻ, ദൂരെ നിന്ന് കാണാൻ വേണ്ടിയിട്ട് പോയി നിൽക്കുമായിരുന്നു. പണ്ട് ഞങ്ങൾക്ക് സാലറിയുടെ പ്രശ്നമൊക്കെ വരുമ്പോൾ സാറായിരുന്നു സാലറിയൊക്കെ അനുവദിച്ച് തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഉമ്മൻചാണ്ടി BA വുമൻസ് ട്രാവൽസ് വ്ലോഗ്സ്, സന്തോഷം. അപ്പോൾ നമുക്കൊരു പാട്ട് പാടിയിട്ട് ബെൻ ഈ ഷെമിയുടെ കാര്യം ഒന്ന് കേൾക്കണേ. കാരണം ഷെമിക്ക് തങ്ങളെ കാണാൻ പോകണം, ശിഹാബ് തങ്ങളിനെ. തങ്ങൾ സഹായിക്കും എന്നാണ് ഷെമി പറയുന്നത്. പക്ഷെ തങ്ങളെ കാണാൻ പോകാനൊരു വണ്ടി പോലും ഷെമിക്കില്ല. ഷെമിയെ തങ്ങളുടെ അടുത്ത് കൊണ്ടുപോയാൽ ശിഹാബ് തങ്ങൾ സഹായിക്കുമെന്നാണ് ഷെമി പറയുന്നത്. ഷെമിക്ക് 3 പെൺകുട്ടികളാണ്. ശിഹാബ് തങ്ങളുടെ അടുത്ത് വരെ എത്താനുള്ള വണ്ടി പോലും ഷെമിയുടെ കയ്യിലില്ല. ഷെമിയെ സഹായിക്കാനും ആരുമില്ല. പാത്തു. അപ്പോൾ ഞാൻ ഈ ഒരു പാട്ട് പാടിയതിന് ശേഷം അടുത്തത് പറയാം. ഏത് പാട്ടാണെന്ന് പറഞ്ഞാൽ മലയാളം പഴയ പാട്ടുകൾ നമുക്ക് പാടാമായിരുന്നു. ഏതെങ്കിലും പാട്ട് പറഞ്ഞാൽ പാടാം. എനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ഏത് പാടാം. സ്വരം പൂവിടും പല്ലവി, സ്വരം പൂവിടും ഗാനമേ ഈ വീണയിൽ നീ അനുപല്ലവി. ഒരു മിഴിതളിൽ ശുഭശകുനം, മറുമിഴിതളിൽ അപശകുനം. ഒരു മിഴിതളിൽ ശുഭശകുനം, മറുമിഴിതളിൽ അപശകുനം. ഈ തൊണ്ടയ്ക്ക് പ്രശ്നമുള്ളതുകൊണ്ട് ഇടയ്ക്ക് വിട്ടുപോകും. ബാക്കി പിന്നെ പാടിത്തരാം കേട്ടോ. അപ്പോൾ ഈ ഷെമി ഈ ഒരു സംഘടന ഫണ്ട് റേസ് ചെയ്യാമെന്ന് പറഞ്ഞു. ഫണ്ട് റേസ് ചെയ്യാമെന്ന് പറയുന്നുവെങ്കിലും അവർ പറയുന്നത്, അപ്പോൾ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ ഞാൻ ഷെമിയോട് പറഞ്ഞു, നമ്മൾ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റാതെ നമ്മൾ ഇത്രയും പൈസ ചിലവാക്കിയിട്ട് നമ്മൾ ഫാമിലി മൊത്തം കടത്തിലാവത്തില്ലേ, അപ്പം സ്യൂട്ടാവുമെന്ന് പോയി നോക്കാൻ പറഞ്ഞു. പോയി നോക്കിയപ്പോൾ കിഡ്നി സ്യൂട്ടാവും, കിഡ്നി മാറ്റി വെച്ചാൽ രക്ഷപ്പെടും. അപ്പോൾ ഞങ്ങൾ മിലാപ്പ് പോലുള്ള സംഘടനയെ സമീപിച്ചപ്പോൾ ഷെമി തന്നെയാണ് വിളിച്ചത്. അവർ പറയുന്നത് 20 lakhs കൊടുക്കാമെന്നാണ്. പക്ഷേ അതിനു മുമ്പ് നമ്മൾ ഷെമി തന്നെ 10,000 rupees ഈ സംഘടനയ്ക്ക് കൊടുത്ത് അവരുടെ റൂൾ അങ്ങനെയാണ് പോലും. ഈ 10,000 കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അവർ ബാക്കി ഫണ്ട് റേസ് ചെയ്യത്തുള്ളൂ എന്നാണ് പറയണത്. ഷെമിയുടെ ഒരു ആഗ്രഹം ജീവിച്ചിരിക്കുക എന്നൊരു ആഗ്രഹവുമായിട്ട് 3 പെൺകുട്ടികളുടെ ഒരു അമ്മയാണ്. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിലേ, ഷെമി ലൈവ് കാണുന്നുണ്ടെങ്കിൽ നമ്പർ ഒന്ന് പിൻ ചെയ്യാൻ പറ്റുമോ? ആ നമ്പർ, ഷെമിയുടെ നമ്പർ ഒന്ന് പിൻ ചെയ്യാൻ പറ്റിയെങ്കിൽ നന്നായിരുന്നു. നമ്പർ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഷെമിയുടെ നമ്പർ 8111818689 8111818689. നിങ്ങൾ എന്നെ കോണ്ടാക്ട് ചെയ്യണമെന്നില്ല. ഷെമിയെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മളെപ്പോഴും വിചാരിക്കുവേ,